നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വലിയൊരു വിദേശ പ്രസംഗം നടത്തുകയുണ്ടായി. കേരളത്തിന് വെളിയിൽ നിന്നുള്ള ആളുകൾ വന്ന് കേരളത്തിൽ വന്ന് സമ്പത്തൊക്കെ കൊള്ളയടിച്ചു പോകുന്നു, അല്ലെങ്കിൽ അടിച്ചു മാറ്റി മാന്തി പോകുന്നു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് നിയമസഭയിൽ. ഈയിടെയായി കേരള മുഖ്യമന്ത്രി വി ഡി സതീശനിൽ നിന്നുണ്ടാകുന്ന പ്രസംഗങ്ങൾ, ആക്ടിവിറ്റികളൊക്കെ തന്നെയും അദ്ദേഹം ഒരു പൂക്കി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ജെൻസി മുഖ്യമന്ത്രിയാണ് ഞാൻ, ഒരു മോഡേൺ മുഖ്യമന്ത്രിയാണ് ഞാനെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും ഒരു അറ്റൻഷൻ സീക്കിങ്, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനുള്ള ഒരു കളികളായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അത് പത്രസമ്മേളനങ്ങളിലാവട്ടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിലും ഒക്കെ അത് നേലിച്ച് കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമാണ്. അത് ഞാനൊരു വ്യതിരക്തനായ മുഖ്യമന്ത്രിയാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രസ്താവനകളും എഴുത്തുകളൊക്കെ നടത്തിയിട്ട് ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ള ഒരു രോഗം അദ്ദേഹത്തിന് ഗ്രസിച്ചതായിട്ട് തോന്നുന്നു. നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് അതിനെ ഒന്ന് മൊഞ്ചാക്കിക്കൊണ്ട് അതിഥി തൊഴിലാളികൾ എന്ന് പേരിട്ട് വിളിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാരണം അവര് നമ്മുടെ നാടിന്റെ നട്ടലാണ്. നമ്മുടെ നാട്ടിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാർക്കൊക്കെ ഏറ്റവും വലിയ ഒരു ഗുണഭോക്താക്കളാകുന്നത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളും അതിഥി തൊഴിലാളികളാണ്. ഇവരെ അപ്പാടെ ഒരു അപരവൽക്കരിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനയും പ്രസംഗവുമാണ് ശ്രീ വി ഡി സതീശനിൽ നിന്നുണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, കേരളം എന്നുള്ള സംസ്ഥാനം തന്നെ സ്വന്തമായ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും പോയി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോയി അവിടുത്തെ വരുമാനത്തിൽ മാത്രം കണ്ണു നട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇവിടെ കൃഷിയിൽ നിന്നില്ല, ഇവിടെ നിർമ്മാണത്തിൽ നിന്നില്ല, ഇവിടെ ഒന്നും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല, തൊഴിലിടങ്ങൾ തന്നെ ഇവിടെ കുറവാണ്. അങ്ങനത്തെ ഒരു സംസ്ഥാനം ലോക്സഭ എന്നും ലോക മലയാളി സഭ എന്നൊക്കെ പേരിട്ടുകൊണ്ട് അന്യ രാജ്യങ്ങളിൽ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്ന വിദേശികളായ ബിസിനസ്സുകാരിൽ നിന്നും പണം കണ്ടെത്താൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ നിന്നുകൊണ്ട് മറ്റുള്ള സംസ്ഥാന തൊഴിലാളികളെ മൊത്തത്തിൽ അപരവൽക്കരിക്കുന്ന വിദേശ പ്രസംഗം നടത്തിയത്. ഇത് അദ്ദേഹത്തിൽ നിന്നുണ്ടായ വലിയൊരു തെറ്റാണ്. അതിന് അദ്ദേഹം ഒരു ഓമന പേര് ഇടുകയും ചെയ്തു. എന്ത്? റിവേഴ്സ് റെമിറ്റൻസ്. നമ്മളൊന്നും പഠിച്ച എക്കണോമിക്സിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ റിവേഴ്സ് റെമിറ്റൻസ് എന്നുള്ളത് ഈ രൂപത്തിലല്ല കാണുന്നത്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയ റിവേഴ്സ് റെമിറ്റൻസ് മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ള സംസ്ഥാനങ്ങളും നടപ്പിലാക്കുകയാണെങ്കിൽ കേരളം വട്ടപൂജ്യമാവും. ഇവിടെ എന്താണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് രൂപത്തിലാണ് ഇവിടെ സാമ്പത്തിക ഉൽപാദനം നടക്കുന്നത്? സോ ശ്രീ വി ഡി സതീശൻ കേരള ജനതയോടും അതുപോലെ ഈ അതിഥി തൊഴിലാളികളോടും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോടും മാപ്പ് പറയണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി, ഒരു സൗഹൃദ രൂപത്തിലുള്ള ആക്ടിവിറ്റി അവരിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. ഇത് കേരള ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും അതിഥി സംസ്ഥാന തൊഴിലാളികളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു പ്രവണത ഉടലെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരുന്നതിലൂടെ അതിന് ആക്കം കൂട്ടുന്ന, അതിന് കൂടുതൽ ശക്തി പകരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. അതിന് കാരണമാകുന്നത് ശ്രീ വി ഡി സതീശന്റെ പ്രസ്താവനയും പ്രസംഗവും തന്നെ ആയിരിക്കുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം മാപ്പ് പറയട്ടെ എന്നാണ് ഇപ്പോൾ നമുക്ക് ഉണർത്താനുള്ളത്.